കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിക്കുകയാണോ ഭാരതത്തിൽ? അതെ, അവസാനിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം അമിത്ഷാ അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക്. നിങ്ങളുടെ ഭീകര പ്രവർത്തനം ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കണം. ഇങ്ങോട്ടേക്ക് ഇനി അധികം കളിക്കാൻ നിൽക്കരുത് ഭാരതത്തിൻ്റെ സൈന്യത്തിനോട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ എന്നത്. അപ്പോൾ ബസ്തർ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ തന്നെ ഇവരുടെ കൈപ്പിടിയിലായിരുന്നു. ബസ്തർ മാത്രമല്ല, നമുക്ക് ഏതാണ്ട് അറിയാം, അങ്ങ് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് മുതൽ ഇങ്ങ് വയനാട് വരെയുള്ള ഒരു മേഖല, മധ്യ ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു മേഖലയെ റെഡ് കോറിഡോർ എന്നാണ് വിളിച്ചിരുന്നത്, ചുവപ്പിടനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ആകെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. വയനാട് വരെ, കേരളം വരെ വന്നു നിൽക്കുന്ന ഒരിടനാഴി ഉണ്ടാക്കി അവിടെ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. കേരളത്തിൽ അറിയാമല്ലോ, നമ്മൾ 5-6 മാവോയിസ്റ്റുകളെയൊക്കെ വെടിവെച്ച് കൊന്നു തണ്ടർ ബോൾട്ട് സേന. ബാക്കിയുള്ളവരൊക്കെ കീഴടങ്ങി, കർണാടകയിലുള്ളവരൊക്കെ കീഴടങ്ങി. അങ്ങനെ ഏതാണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മധ്യഭാരതത്തിൽ ആ മേഖലയിലുള്ള ഭീകരരെ, കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഓരോരുത്തരെയായി പിടിച്ച് ഒന്ന് ഓപ്പറേഷനിലൂടെ വധിക്കുന്നുണ്ട്, ഇല്ലാത്തവർ കീഴടങ്ങുന്നുണ്ട്. നിരവധി പേരാണ് തോക്കുമായിട്ട് വരുന്നത്. ആ തോക്കെല്ലാം അവിടെ വെച്ചിട്ട് 100 കണക്കിന് പേർ തോക്കുമായിട്ട് വന്ന് അതെല്ലാം അവിടെ വെച്ചിട്ട് അവർ കീഴടങ്ങുന്നു. ഇവർക്ക് പടങ്ങളൊക്കെ വന്നായിരുന്നു, അതിൻ്റെ ചിത്രങ്ങളൊക്കെ, ഒരുപാട് ചിത്രങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോഴാണ് അമിത്ഷാ ബസ്തറിലെത്തിയിട്ട് അവിടെ നടന്ന ഒരു വലിയ സാംസ്കാരിക പരിപാടി നടന്നു. അത് 3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സാംസ്കാരിക പരിപാടിയാണ് ബസ്തർ പണ്ടും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. അത് വലിയ പ്രോഗ്രാമാണ്, നിസ്സാരമായിട്ടുള്ള ഒരു പ്രോഗ്രാമല്ല. അപ്പോൾ അതായത് വിവിധ ആദിവാസി വിഭാഗങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ പരിപാടി. ആ പ്രോഗ്രാമിലാണ് അത് 3 ദിവസമായിട്ട് നടക്കുന്ന 55,000 കലാകാരന്മാർ പങ്കെടുത്ത പരിപാടിയാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. അത് അവിടെ ലാൽബാഗ് എന്ന് പറയുന്ന ഒരു വലിയ മൈതാനത്താണ് സംഘടിപ്പിച്ചിരുന്നത്. ആ മേഖലയിലാകെയുള്ള ഈ പറയുന്ന ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും അവിടെ ഈ പറയുന്ന ഇത് കാണാനായിട്ട് എത്തിയിരുന്നു. കലാകാരന്മാർ മാത്രം 55,000 പേരുണ്ടെങ്കിൽ കാഴ്ചക്കാർ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ, ആദിവാസികൾ, സാധാരണ ജനങ്ങൾ എല്ലാവരും അവിടേക്ക് ഒഴുകിയെത്തി ഈ പരിപാടികളൊക്കെ കണ്ടു എന്നുള്ളതാണ്. ആദിവാസികൾ എന്ന് പറയുന്നത്, അവരുടെ സംസ്കാരം എന്ന് പറയുന്ന ആ സഹോദരങ്ങൾ നമ്മളുടെ ഏറ്റവും ഇൻ്റഗ്രൽ പാർട്ടാണ് എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ്. ഈ ജനത എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അവരുടെ സംസ്കാരം, അവരുടെ ട്രഡീഷൻ, അവരുടെ പാരമ്പര്യം, പൈതൃകം, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വികാസത്തിനും ഇന്ത്യയുടെ വൈവിധ്യത്തിനും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുൻപ് ഇത്തരത്തിലുള്ള പരിപാടി നടക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പരിപാടികളെല്ലാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത, ചുവപ്പൻ ഭീകരത അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ അടിച്ചമർത്തലിൽ നിന്ന് ഇപ്പോൾ മോചിതമായിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെ നിരന്തരമായ ഒരു ട്രെയിൻ അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ അട്ടിമറിക്കുക, CRPFകാർ വരുന്ന അവരുടെ കുഴിബോംബ് വെച്ച് അവരെ കൊല്ലുക, സ്കൂളുകൾ കത്തിക്കുക, ഹോസ്പിറ്റലുകൾ ഇവയൊക്കെ ആക്രമിക്കുക, ഖനികൾ ആക്രമിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന കൃഷിയിടങ്ങൾ ആക്രമിക്കുക, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ കൊല്ലുക. ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് വയനാട്ടിൽ നടന്നിട്ടുള്ള അറിയാമല്ലോ. നമുക്ക് കേണിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരാളെ വെട്ടിക്കൊല്ലുകയും, ഒരു ജന്മി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്തതിൻ്റെ ചരിത്രമൊക്കെ നമുക്കിവിടെയുണ്ട്. അതെല്ലാം അധ്യായമെല്ലാം മാഞ്ഞുപോയി. ഇന്ന് ആ കേണിച്ചിറയിലുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇന്നൊരു ഈ പറയുന്ന റിസോർട്ടും ഹോം സ്റ്റേയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ വീടുകൾ ചരിത്ര സ്മാരകവുമാണ്. അപ്പോൾ എന്തായാലും ചരിത്ര സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥലമാണ്. അന്ന് അവിടുത്തെ കഥയിലൊക്കെ വെട്ടുകയൊക്കെ ചെയ്തിരുന്നു ഈ മാവോയിസ്റ്റുകൾ, അന്ന് നെക്സലൈറ്റുകൾ എന്നുള്ള പേരാണ്. കാരണം നെക്സലൈറ്റുകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിഭജിച്ച് വന്ന ആൾക്കാരാണ്. CPIMൽ നിന്ന്, അതായത് CPIയിൽ നിന്ന് CPM പിളർന്നു. CPMൽ നിന്ന് ഒരു വിഭാഗം ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താൽ തുടങ്ങിയ നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ഡാർജിലിംഗിലെ നക്സൽബാരി എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായ ഒരു ഭീകര മുന്നേറ്റമാണ്, ഭീകരരുടെ പ്രവർത്തനമാണ്. ആ ഭീകര പ്രവർത്തനമായിരുന്നു ഇന്ത്യയിലാകെ പിന്നീട് വ്യാപിച്ചതെന്നാണ്. ചൈനയുടെ പിന്തുണയോടുകൂടിയാണ്. ചൈന ഇങ്ങനെ കമ്മ്യൂണിസം എല്ലായിടത്തും പടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭീകരവാദം ഇങ്ങനെ തുടർന്ന് വന്നപ്പോഴാണ് കേരളത്തിലടക്കം എല്ലായിടത്തും അത് ബാധിച്ചത്. ആ ബാധിക്കപ്പെട്ട കമ്മ്യൂണിസത്തിൽ നിന്ന് ഇപ്പോൾ ജനങ്ങൾ മോചിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഭീകരതയിൽ നിന്ന് ജനങ്ങൾ വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മാർച്ച് 31 അമിത്ഷാ അവസാന ദിവസം പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 31 മുഴുവൻ മാവോയിസ്റ്റുകളും ആയുധം വെച്ച് കീഴടങ്ങിക്കോണം. അതിന് മുൻപ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവശേഷിക്കുന്ന മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങാനായിട്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാവോയിസ്റ്റുകൾ അടിച്ചമർത്തിയിരുന്ന ഓരോരോ പരിപാടികളായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന നമുക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബസ്തർ അടക്കമുള്ള ഈ മാവോയിസ്റ്റ് മേഖലയിൽ റിപ്പബ്ലിക് ദിനമൊന്നും വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്നില്ലായിരുന്നു. കാരണം അവിടെ ദേശീയ പതാക ഉയർത്താൻ കഴിയില്ല.
ജനഗണമന പാടാൻ കഴിയില്ല, വന്ദേമാതരം പാടാൻ കഴിയില്ല, എന്നാൽ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ ജനങ്ങളൊക്കെ മുന്നിട്ടിറങ്ങി ഈ മാവോയിസ്റ്റുകളുടെ ഭീഷണി അവസാനിച്ചതോടുകൂടി ആ പ്രദേശങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ജനുവരി 26-ന് ദേശീയ പതാക ഉയർത്തി. ദേശീയ പതാക ഉയർത്തുകയും അവർ മധുരം വിതരണം ചെയ്യുകയും അവർ ഒന്നിച്ച് ദേശഭക്തി ഗാനങ്ങൾ പാടുകയും ദേശീയ ഗാനം പാടുകയും എല്ലാവരും ഒന്നിച്ചു കൂടുകയും സന്തോഷമായിട്ട് രാജ്യകാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ വലിയ ആഘോഷം, ദേശീയതയുടെ കടന്നുവരവ് ഈ മേഖലകളിൽ ഉണ്ടാകുന്നു. ജനങ്ങൾ സ്വതന്ത്രരാകുന്നു, അവിടേക്കെല്ലാം വികസനം എത്തുന്നു. കാരണം മാവോയിസ്റ്റുകൾ അവിടെ നിന്നും വികസനം കൊണ്ടുവരാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം കോൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ പൈസ വിടുക, വ്യവസായം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പൈസ വിടുക, ഇവരുടെ പിരിവാണ്, ഇവരുടെ അരാജകത്വമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ തോക്കുമായിട്ട് ഇറങ്ങുന്നു, ആൾക്കാരെയൊക്കെ വെടിവെച്ചു വന്നു. ഈ നമ്മൾ പണ്ട് ബീഹാറിലുണ്ടായിരുന്ന ജംഗിൾ രാജ് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ജംഗിൾ രാജായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് വനമേഖല തന്നെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഭീകരമായിട്ടുള്ള കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ ഇവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി സാധാരണക്കാരെയൊക്കെ കൊല്ലും. ഇവരെ എതിർക്കുന്നു സംശയം തോന്നിക്കഴിഞ്ഞാൽ കൊല്ലും. പണ്ട് ചെഗുവേരയെ പറ്റിയിട്ടൊരു കഥയുണ്ട്. ചെഗുവേരയ്ക്ക് ആത്മമിത്രമായ സുഹൃത്ത് ഒറ്റുകാരനാണോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ സംശയം തോന്നിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു, പിറ്റേന്ന് ഡയറിയിൽ ചെഗുവേര ഇത് ആ സംശയം ഞാൻ ഒരു ബുള്ളറ്റിൽ തീർത്തുന്നു. അപ്പോൾ ഇതാണ് അവരുടെ കമ്മ്യൂണിസ്റ്റുകളുടെ രീതി. ഇപ്പോൾ സംശയം തോന്നിക്കഴിഞ്ഞാൽ കൊന്നുകളയുക എന്നുള്ള. സ്റ്റാലിൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്റ്റാലിൻ്റെ രഹസ്യ പോലീസുണ്ട്. അപ്പോൾ ഇവർ ചാരന്മാരെ കണ്ടെത്തി കൊല്ലും. അപ്പോൾ ചാരന്മാർ അവസാനം നോക്കിയപ്പോൾ ചാരന്മാരെയൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ രഹസ്യ പോലീസിന് ആളെ കൊന്നല്ലേ പറ്റുള്ളൂ, ആളെ കൊന്ന് സ്റ്റാലിനെ ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ പിടിച്ച് കൊല്ലാൻ തുടങ്ങി. സാധാരണക്കാരെ കൊന്ന് അവസാനം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു സ്റ്റാലിൻ എന്ന് പറയുന്ന ഭീകരൻ. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവസാനം കുലാഗുകളെന്ന് പറയുന്ന ഇന്നത്തെ ഉക്രൈൻ്റെ ഭാഗത്തുള്ള ഒരു വലിയ കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആകെ തന്നെ ഉന്മൂലനം ചെയ്തു. റഷ്യയുടെ 5-1 പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അവരെ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു. അവരുടെ ധാന്യങ്ങൾ മുഴുവൻ സ്റ്റാലിൻ പിടിച്ചെടുത്തു. അങ്ങനെ കൊലപാതകം, കമ്മ്യൂണിസ്റ്റുകൾ ലോകത്താകെ ചെയ്ത കൊലപാതകത്തിൻ്റെ അത്രയും ഈ 2 ലോകമഹായുധങ്ങളും കൂടി ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ മാവോയുടെ കൊലപാതകങ്ങൾ, മാവോ ചൈനയിലാകെ നിരപരാധികളായ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കി നശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ വികസനമൊക്കെ ഇപ്പോഴാണ് സാധ്യമായത്. പണ്ട് ചൈന വികസനമൊന്നും ഇല്ലാത്ത ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു. അതിൻ്റെ കാരണം മാവോ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ, ഈ ഹോച്ചിമിൻ, ഈ ഫിദൽ കാസ്ട്രോ, ചെഗുവേര, ഇതുപോലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാക്കളാണ് ലോകം മുഴുവൻ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുണ്ട്. കൂടെ ഉള്ളവരെ കൊല്ലും, ഇവർക്ക് ശത്രുക്കളെന്ന് ഇവർ സങ്കല്പിക്കുന്ന ആൾക്കാരെ കൊല്ലും, സാധാരണ മനുഷ്യരെ കൊല്ലും. എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് ഇവർ കൊന്നുകൊണ്ടേയിരിക്കും. ഇവർ വിപ്ലവം നടത്തണമല്ലോ. ആദ്യം മുതലാളിയെ കൊല്ലും, മുതലാളിത്തത്തിനെ കൊല്ലും. മുതലാളിത്തത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ കൊന്നുമല്ലോ. അത് കഴിഞ്ഞ് ഇവർ സർവാധിപത്യത്തിൽ വന്നല്ലോ. സർവാധിപത്യത്തിൽ വന്നു കഴിയുമ്പോൾ ഇതിനെ തകർക്കാൻ വരുന്ന ചാരൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ കൊല്ലും. അപ്പോൾ നിരന്തരമായി ശത്രുക്കളെ സ്ഥാപിച്ച് കണ്ടെത്തി കൊല്ലുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകളുടെ രീതിയാണ്. അതേ രീതി തന്നെ മാവോയിസ്റ്റുകളും ഇന്ത്യയിൽ തുടർന്ന് വന്നു. അവരാദ്യം പോലീസിനെയും സർക്കാരിനെയും ഒക്കെ കൊല്ലാൻ നോക്കി, ആൾക്കാരെ കൊല്ലാൻ നോക്കുന്നു, ഉദ്യോഗസ്ഥരെ കൊല്ലുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ ചാരന്മാരെന്ന് പറഞ്ഞ് കൊല്ലും. പിന്നെ അവിടെ ഉള്ളവർ ഇവരെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊല്ലും. അങ്ങനെ നിരന്തരമായ കൊലപാതകങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇപ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സാംസ്കാരിക പരിപാടിയൊക്കെ വലിയ രീതിയിൽ വിജയിച്ചു. 55,000 ആൾക്കാർ പങ്കെടുത്തു. 12 വിഭാഗങ്ങളിലായിട്ടാണ് സാംസ്കാരിക പരിപാടികൾ നടത്തി. ഈ 12 വിഭാഗങ്ങളിലും വിജയിച്ചവരെ, ഒന്നാമതെത്തിയവരെ, നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ രാഷ്ട്രപതി ഭവനിലേക്ക് സ്വീകരിച്ച് അവിടെ വെച്ച് ആദരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബസ്തർ എന്ന് പറയുന്നത് ഭാവിയുടെ പ്രതീകമാണ്, ഭീതിയുടേതല്ല എന്ന് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബസ്തറിൻ്റെ 50% ഭാഗം സ്വതന്ത്രമായി, ബാക്കിയും സ്വതന്ത്രമാകും. ഇനി ഈ ഹോസ്പിറ്റലും സ്കൂളുകളുമൊക്കെ കത്തിക്കാൻ നടക്കുന്നവന്മാർക്ക് തോക്കായിരിക്കും മറുപടി കൊടുക്കുക എന്നൊരു വ്യംഗ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരത ഭാരതത്തിൽ അവസാനിക്കാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്ക് ഇനിയും കൊലപാതകങ്ങൾ നടത്തി അശാന്തി സൃഷ്ടിക്കാൻ കഴിയില്ല. അതിനെ തുടച്ചു മാറ്റും. ആ വൈറസിനി ഭൂമിയിലുണ്ടാകില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. നമ്മുടെ സൈനികർ എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, വിഷ്ണു. അവനും ഈ മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അർദ്ധസൈനിക വിഭാഗത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് പേർ നമുക്കൊക്കെ അറിയാമെന്നുള്ള, നമുക്കൊക്കെ ഒരാളെങ്കിലും പരിചയം കാണും മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരായ സൈനികരെ. അത് നമ്മുടെ വീടിൻ്റെ അടുത്തും കാണും. അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾക്കും പരിചയമുള്ള ഒരാൾ കാണും, നമ്മളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ കാണും. അങ്ങനെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് സൈനികരെയാണ്, അർദ്ധസൈനികരെയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ആ ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ അന്ത്യം കുറിക്കാനായിട്ട് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ചെയ്തു കുറേ കാര്യങ്ങൾ. ഏതായാലും കേരളത്തിലും ഏതാണ്ട് അവരൊടുങ്ങിയിട്ടുണ്ട്. ഇതിവിടെയും ബസ്തറിലും ഈ പറയുന്ന ഛത്തീസ്ഗഡ്, ഈ
പറയുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് മേഖലകളിലും ഇത് അവസാനിക്കുന്നതോടുകൂടി അവിടുത്തെ ജനങ്ങളിലേക്ക് വികസനമെത്തും, അവർ സ്വതന്ത്രരാകും, അവർക്കും നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, നല്ല ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതോടുകൂടി ഭാരതം ഒരു നവയുഗത്തിലേക്ക് കടക്കുകയാണ്. വികസിത ഭാരതം എന്ന സ്വപ്നമുണ്ടല്ലോ, ആ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ടാണ്. അവിടേക്ക് റോഡുകളും ഹൈവേകളും ഒക്കെ ഇനി വരും, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സുഖകരവും സന്തോഷകരവുമാകും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അവസാന മുന്നറിയിപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട വാർത്ത.